ഹലോ കൂട്ടുകാരെ, ഇത് നമുക്ക് അവിടുന്ന് ഒരു വാഹ കിട്ടിയായിരുന്നു. അതിൻ്റെ കട്ടിങ്ങുള്ള ഭാഗങ്ങൾ കാണിക്കും. കട്ട് ചെയ്യുന്ന ആൾ വല വീശുന്ന ആളാണ്. ആ പുള്ളിക്ക് കിട്ടിയതാണ്. അന്നേരം വലയിൽ കിടന്നിട്ട് അത് മരിച്ചുപോയി. അന്നേരം തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ ചള്ളായി പോകും. അന്നേരം എടുത്ത് നമ്മുടെ മോട്ടുകാരുടെ അടുത്ത് തന്നെ വെച്ചിട്ട് അന്നേരം തന്നെ കട്ട് ചെയ്ത് പീസാക്കുന്നൊരു വീഡിയോ. നമ്മളൊക്കെ ആണെങ്കിൽ ഇത് എത്ര നേരം കൊണ്ട്, ഞാനൊക്കെ ആണെങ്കിൽ മണിക്കൂറോളം ഇരിക്കും അത് എടുത്ത് ആ തോലിരിയാൻ. ആ പിച്ചാത്തി വലിയ ഗുണമൊന്നും ഇല്ലാത്ത പുള്ളി അത് വെച്ചിട്ട് കട്ട് ചെയ്തതുണ്ടോ. അങ്ങനെ മൂർച്ചയൊന്നും ഇല്ലാത്തൊരു പിച്ചാത്തി പുള്ളി അത് വെച്ച് കട്ട് ചെയ്ത് എളുപ്പം തന്നെ എല്ലാം പീസാക്കി ഉപ്പിലിടും. ഉപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചള്ളാവത്തില്ല. അങ്ങനെ ഓരോന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വലിച്ചെറിയും. അതിനപ്പുറത്ത് തന്നെ ആറാണ്. ഇനി അടുത്ത ഭാഗം ഇതൊരു 1/4-3 കിലോ വേണം. വലിയ മീനായിരുന്നു. ഇച്ചിരി പാടാണ് അത് തോലിരിയാൻ. അറിയാത്തവർക്കാണെങ്കിൽ സമയം പിടിക്കും. അതുമല്ല, അതിനകത്ത് മാംസം കയറി വരും ആ തോലിനകത്ത്. നമ്മളൊക്കെ അറിയാത്തവരെങ്ങനെ വലിച്ചിരിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തോല് കട്ട് ചെയ്ത് മാറ്റിയാലേ അതുപോലെ കയറി വരത്തുള്ളൂ. ഇതൊന്നുമല്ല, ഇതിൻ്റെ വലിയ മീനൊക്കെ കിട്ടും അവിടെ നിന്ന്. പുള്ളി അറിഞ്ഞില്ല വീഡിയോ എടുത്തത്. ഇവിടെ നമ്മൾ മോട്ടർ അടിച്ച് പാടത്തുനിന്ന് ഞാൻ ആറ്റിലോട്ട് വിടുന്നതാണ്. പുള്ളി അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുന്നത്. അവിടെ നിന്നിട്ട് ഇപ്പോൾ ആരോ പറയും വീഡിയോ എടുക്കുന്നുണ്ടത്. അപ്പം പുള്ളി പറയും കുഴപ്പമില്ല, എടുത്തോ, എന്നിട്ട് എനിക്കും കൂടി ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞു. തലയെടുത്തൊരു എറിയും മാറ്റി. അതിൻ്റെ വേസ്റ്റെല്ലാം റെഡിയാക്കി ഇനി ആ ചെറിയ പീസാക്കി കട്ട് ചെയ്യും. മൂർച്ചയൊന്നുമില്ല, എന്നിട്ടും നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. കുറേ പൈസ കിട്ടി അതിലേന്ന്. നമ്മളെ കൂടെ ഉള്ള ഒരാൾ കൊണ്ടുപോയത്. ഇത് കുടംപുളി ഇട്ടിട്ട് മുളക് വെക്കണം. ഇന്ന് മുളക് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കാമെങ്കിൽ അതിനകത്ത് ഫുള്ള് ആ ടേസ്റ്റെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. ആ മുളകും പുളിയെല്ലാം കൂടെ ഈ മാംസത്തിൽ പിടിക്കും. അത് 6-7 പീസുണ്ട്. അതും കിട്ടും ഒരു 8 പീസ്. എല്ലാം കൂടെ 10-16 പീസ് കിട്ടും. അതും വലിയ കനത്തിലാണ് അത് കട്ട് ചെയ്യുന്നത്. അത് നോക്കി, സാധാരണ ആൾക്കാർ ഈ ഉപ്പും പുളിയും എല്ലാം എരിവെല്ലാം പിടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ രീതിയിലേ കട്ട് ചെയ്തുള്ളൂ. ഈ പുള്ളി നല്ല ഇച്ചിരി വീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ മോദയും കേരയൊക്കെ കട്ട് ചെയ്യത്തില്ല, അതുപോലെ. ഇപ്പോഴാണ് പുള്ളി അറിയുന്നത്, പുള്ളിയുടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അത് ഫ്രണ്ടിലത്തെ മുള്ള ഭയങ്കര ഇച്ചിരി പാടാത്.
നല്ല പുള്ളിക്ക് നല്ലതുപോലെ കട്ട് ചെയ്യാനറിയാം. ഇത് കണ്ടില്ലേ, ഞാനൊക്കെ ഇരുന്നാണെങ്കിൽ ഇപ്പം മണിക്കൂർ പിടിച്ചാണ്. ആ മൂർച്ചയില്ല, മൂർച്ച ഉണ്ടെങ്കിൽ ഇതിൽ എളുപ്പം കഴിഞ്ഞാണ്. ഇവിടെ ഇനി ഒരുപാട് മീൻ കിട്ടും. ഈ മഴ സമയമൊക്കെ ആകുമ്പോഴേ, തുലാമാസത്തിലെ മഴയാകുമ്പോഴത്തേന് ആ ആറ്റിന്ന് ഇങ്ങോട്ട് ചാടും. ഒഴുക്കിനെതിരെ ഈ മീൻ കയറത്തുള്ളൂ. അങ്ങനെ അവിടുന്ന് ആറ്റി കിടക്കുന്ന മീനല്ല ഇപ്പുറത്തോട്ട് ചാടും. ആ ഇരിക്കുന്നില്ലേ, അവിടേക്ക് വന്ന് വീടും. അവിടെ വല വെച്ച് കഴിയുമ്പോഴത്തേന് അതിനകത്ത് കിടക്കും. അവിടെ ഉപ്പ് കൊണ്ടുവന്നു ഈ ഉപ്പിനകത്തിട്ട് പെരട്ടി വെച്ചിരുന്നാൽ പിന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നോളും, അത് ചള്ളാവത്തില്ല. ആ പുള്ളിയുടെ അടുത്ത് പറയാം, ഇത് കണ്ടോ അലുവ പോലെ ഉണ്ടെന്ന് കാണിക്കുക. അവിടെ നിന്നിട്ടൊരു പുള്ളി കളിയാക്കി, ഇത് കൊള്ളത്തില്ല പന്ന മീനാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളി കട്ട് ചെയ്തിട്ട് പുള്ളി കാണിച്ചു കൊടുക്കുക. ഞാൻ നേരം അവിടെ നിന്നിട്ട് പറഞ്ഞു പച്ചലുവ. പെരട്ടി എല്ലാം മിക്സ് ചെയ്തിട്ട് പുള്ളിക്ക് കൊടുക്കും.